ലൂവിന്റെ റിസോർട്ടിൽ വെച്ചിട്ടാണല്ലോ ഷോ ഒക്കെ നടക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷോയിന്റെ ഡയറക്ടർ ആകട്ടെ ലൂവിന്റെ റിസോർട്ടൊക്കെ വന്ന് കാണുന്നു. മാത്രമല്ല അവര് മൊത്തത്തിൽ ആ ഒരു റിസോർട്ടൊക്കെ കണ്ടതിന് ശേഷം ഓരോ മുറിയിലും എന്തൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ക്വീനും ഓരോരോ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ബുക്കൊക്കെ അവളുടെ ശ്രദ്ധയിൽ പെടുന്നത്. അതിലാകട്ടെ സിയോ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യമെല്ലാം തന്നെ അവൾ കാണുമ്പോഴത്തേക്കും അവളും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. 2013 ഗേൾസ് ഡേയുടെ അന്ന് ക്വീനിന് സിയോ ഒരു ഗിഫ്റ്റ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അവളും അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതൊരു ബുക്കായിരുന്നു. അതിലാകട്ടെ നീയും ഇപ്പോൾ ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു യൂത്ത് ഒന്നും തന്നെ വേസ്റ്റ് ചെയ്യാതെ നിനക്ക് എന്താണോ നേടുവാനായിട്ട് ആഗ്രഹം അതൊക്കെ നീ നേടുവാനായിട്ട് ശ്രമിക്കണം. വിശ്വാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ദിവസം നീ ആഗ്രഹിച്ച കാര്യമൊക്കെ നടക്കുന്നതായിരിക്കുമെന്നൊക്കെ ആയിരുന്നു അവനും എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവളും അങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോറിനിട്ട് ഒരു കൊട്ടൊക്കെ അവളും കേൾക്കുന്നത്. ആരാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അതാകട്ടെ അവളുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു. അവൾ എവിടെയാണ് ഉള്ളതെന്നെല്ലാം തന്നെ അവൾ രഹസ്യമാക്കി വെച്ചതാണെങ്കിലും അയാൾ അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടൊക്കെ എത്തിയതാണ്. അവളും ഡോറൊന്നും തുറക്കാതെ വരുമ്പോഴത്തേക്കും അയാളാകട്ടെ ജനൽ വഴിയൊക്കെ അകത്തേക്ക് കടന്നു വരികയാണ്. എനിക്കും ഒരു തെറ്റൊക്കെ പറ്റി, ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാനായിട്ട് പാടില്ലായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും കൂടി വിവാഹമൊക്കെ കഴിക്കാം. ഈ ഒരു തവണയാകട്ടെ ഞാൻ നിന്നെ ഒരു രീതിക്കും ഉപദ്രവിക്കുകയില്ല. നിനക്കും എന്നെ വേണ്ടുവോളം തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൈയൊക്കെ ബലമായിട്ട് പേടിച്ചിട്ട് അവനും സ്വയം തല്ലുകയൊക്കെയാണ്. പക്ഷെ അവൾ ഒന്നാതെ പേടിച്ചൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അവളാകട്ടെ പെട്ടെന്ന് തന്നെ ഫോണൊക്കെ എടുത്തിട്ട് ഷെന്നിനെ വിളിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും അവനും ആ ഒരു ഫോണൊക്കെ ബലമായിട്ട് പിടിച്ചു മേടിക്കുന്നു. മാത്രമല്ല ഷെൻ കോളൊക്കെ എടുക്കുന്ന സമയത്താകട്ടെ ഇതുപോലെ ക്വിന്നിന്റെ അടുത്ത് ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാവുകയാണ്. അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു കാര്യമെല്ലാം തന്നെ ലൂവിനെയും അവൾ അറിയിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്വിൻ ഒരിക്കലും തിരിച്ചു വരുവാനായിട്ട് പോകുന്നില്ല എന്ന സത്യമൊക്കെ എക്സ് ഹസ്ബൻഡ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന അയാളാകട്ടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സിയോ കൊടുത്തിട്ടുണ്ടായിരുന്ന ബുക്കൊക്കെ അയാളുടെ ശ്രദ്ധയിലും പെടുന്നത്. അയാളും അത് എന്ത് ബുക്കാണെന്ന് പോലും നോക്കാതെ അതിന്റെ പേജസ് എല്ലാം തന്നെ കീറിക്കളയുകയാണ്. പക്ഷെ സിയോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ കാണുന്ന ക്വിന്നാകട്ടെ തിരിച്ചു പ്രതികരിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. ഷെന്നും ലൂവും കൂടി ചേർന്നിട്ട് ക്വിന്നിനെ കാണുവാനായിട്ടൊക്കെ പോവുകയായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് വഴിയിൽ വെച്ച് ചെങ്ങിനെയും സിയുവിനെയും കൂടി അവർ കാണുന്നത്. ക്വിന്നിനും എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ ഷെൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയുവാനായിട്ട് സിയുവും ചെങ്ങും കൂടി അവരുടെ ഒപ്പം പോകുന്നൊക്കെയുണ്ട്. ക്വിന്നും തിരിച്ച് പ്രതികരിക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എക്സ് ഹസ്ബൻഡിന്റെ മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അയാളും അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ അവിടേക്ക് ഷെന്നും ടീമും എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലൂവും എക്സ് ഹസ്ബൻഡിനെ തല്ലുവാനായിട്ട് പോലും തുടങ്ങുന്നു. പിന്നീടാകട്ടെ എല്ലാവരുടെയും ശ്രദ്ധ ക്വിന്നിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. സിയോനും ക്വിന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഷെന്നാകട്ടെ അവളെ സമാധാനിപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ എന്നെ തല്ലുന്ന സമയത്ത് രക്ഷിക്കുവാനായിട്ട് ഒരാൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ആയിരുന്നു ക്വിന്നും ഷെന്നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ ക്വിൻ താമസിക്കുന്ന സ്ഥലം എല്ലാം തന്നെ എക്സ് ഹസ്ബൻഡ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴാകട്ടെ ലൂവിന്റെ റിസോർട്ടിലേക്കാണ് ക്വിന്നിനെയും കൂട്ടിക്കൊണ്ട് അവർ പോകുന്നത്. തൽക്കാലത്തേക്ക് ക്വിൻ മാറി താമസിക്കട്ടെ, നീയും പിന്നാലെ വന്നാൽ മതി എന്നൊക്കെ ഷെന്നിന്റെ അടുത്ത് ലൂ പറയുന്നൊക്കെയുണ്ട്. ഷെന്നും ക്വിനിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നു. മാത്രമല്ല ഷെൻ വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവളുടെ ഒപ്പം ഇവിടെ താമസിക്കാമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. ക്വിനും അവിടെ നിന്നും പോരുന്ന സമയത്താകട്ടെ നേരത്തെ സിയു എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറൊക്കെ കയ്യിൽ സൂക്ഷിച്ചിട്ടുമുണ്ടായിരുന്നു. ഷെൻ അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നത് കാണുന്ന സിയു ആകട്ടെ അവളുടെ എക്സ് ഹസ്ബൻഡിനെ വെറുതെ വിടുവാനായിട്ടാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ സിയുവും അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളും അങ്ങനെ വെറുതെ വിടുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അറിയിക്കുന്നു. ഷെന്നും ക്വിന്നിനെ കൂട്ടിക്കൊണ്ടൊരു കഫേയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. എക്സ് ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ ഷെൻ ചോദിക്കുന്ന സമയത്താകട്ടെ ആ ഒരു എക്സ് ഹസ്ബൻഡിന് തന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാവുന്നതാണ്. തനിക്ക് അറിയാവുന്ന ആൾക്കാരെ പോലും അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാളും അവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് താനും ജീവിക്കുന്നതെന്നൊക്കെ ക്വിൻ അറിയിക്കുമ്പോഴത്തേക്കും ഷെന്നും ഒരു കാഴ്ചയൊക്കെ അവൾക്കും കാണിച്ചു കൊടുക്കുന്നു. ലൂവും ചെങ്ങും സൂവും സിയുവും എല്ലാവരും തന്നെ ഇപ്പോൾ ആ എക്സ് ഹസ്ബൻഡിനെ ഉപദ്രവിക്കുന്ന രീതിക്കൊക്കെ നിൽക്കുകയാണ്. അവരും ഒരുപാട് ചോദ്യങ്ങളൊക്കെ അയാളുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അയാളും ഓരോന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. സിയു ആകട്ടെ നിനക്ക് ക്വിന്നിനെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് മാത്രമായിരുന്നു എക്സ് ഹസ്ബൻഡ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നീ എന്തിനാണ് അവളെ എപ്പോഴും ഉപദ്രവിക്കുന്നതെന്നൊക്കെ സു ചോദിക്കുന്ന സമയത്താകട്ടെ അവൾ എപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ സമയത്താകട്ടെ അവളും വർക്കെന്നൊക്കെ പറഞ്ഞിട്ട്
ഈ ഒരു നാട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാകട്ടെ എന്റെ എല്ലാം തന്നെ കൊടുത്തിട്ടാണ് അവളെയും വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും ഒരു ഫാമിലി ഒക്കെ ഇല്ലേ? അവളും ഇതുപോലെ വർക്കൊക്കെ ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക? എന്തായാലും കപ്പിൾസിന്റെ ഇടയിൽ ചെറിയ ചില വഴക്കുകളൊക്കെ സ്വാഭാവികമല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും സുവും അവനെ തല്ലുകയാണ്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് തന്നെയായാലും അവൾ എന്റെ വൈഫാണ്, അതൊരിക്കലും മാറുകയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എക്സ് ഹസ്ബൻഡും. നീ എങ്ങനെയെങ്കിലും ഇയാൾക്കെതിരായിട്ട് പ്രതികരിച്ചില്ല എങ്കിൽ ഇയാൾ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും അയാൾക്കെതിരായിട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിന്റെ ലൈഫിൽ നിന്നും അയാൾ പോവുകയുള്ളൂ എന്നൊക്കെ ഷെന്നും അവളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഷെന്നും ക്വിന്നെ കൂട്ടിക്കൊണ്ട് അയാളുടെ അടുത്തേക്കൊക്കെ എത്തുകയാണ്. ക്വിന്നും അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കുന്നു. അവനും അവനേക്കാളും വീക്കായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇതുപോലെ ഷോ കാണിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ ഷെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളും ഓഫീസിൽ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ അവനും സ്ഥിരമായിട്ട് ക്വിന്നിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഡിവോഴ്സ് ഒക്കെ ചെയ്തതിനു ശേഷവും അവളെ ഇതുപോലെ ശല്യം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നിന്റെ കമ്പനി അറിയിക്കുകയാണെങ്കിൽ നിന്നെ ജോലിയിൽ നിന്നും പോലും പിരിച്ചുവിടുമെന്ന കാര്യമൊക്കെ ഷെന്നും അവൻ അറിയിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇത്രയേറെ കാര്യങ്ങൾ നടന്നിട്ട് പോലും തനിക്കെതിരായിട്ട് ഒരു തെളിവും ഇല്ല എന്ന രീതിക്കൊക്കെ എക്സ് ഹസ്ബൻഡ് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇതിനു മുമ്പും അയാൾ ഒരുപാട് തവണയൊക്കെ ക്വിന്നിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ക്വിന്നാകട്ടെ അതെല്ലാം തന്നെ മെഡിക്കലായിട്ടൊക്കെ എഴുതി മേടിച്ചിട്ടുണ്ട്. നിനക്കെതിരായിട്ട് ഞാൻ കേസൊക്കെ കൊടുക്കുന്നതായിരിക്കും, അതിലാകട്ടെ ഇതെല്ലാം തന്നെ തെളിവുമാക്കുമെന്നൊക്കെ ക്വിന്നും അവന്റെ അടുത്തൊക്കെ പറയുകയാണ്. മാത്രമല്ല അവനും അവളുടെ വീട്ടിലൊക്കെ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ CCTV ദൃശ്യങ്ങളും അവരുടെ കൈവശമൊക്കെ ഉണ്ട്. നീയും ഇനി ക്വിനിനെ കാണുവാനായിട്ട് ഒരിക്കൽ പോലും വരരുത്, അങ്ങനെ വരികയാണെങ്കിൽ നീയും അതിനുള്ള ശിക്ഷയ്ക്ക് അനുഭവിക്കുന്നതായിരിക്കും എന്നൊക്കെ അവർ പറയുന്ന സമയത്താകട്ടെ ഇതൊക്കെ തന്നെ കേട്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന എക്സ് ഹസ്ബൻഡും അവിടെ നിന്നും പോവുകയാണ്. ഇനി ടീമിലെ ബാക്കി 6 പേരും കൂടി ഒന്നിച്ചൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആകട്ടെ ചെങ്ങും അവന്റെ കയ്യിലുള്ള ഒരു ടാറ്റു ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ എക്സ് ഹസ്ബൻഡിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആൾ പേടിച്ച് ഓടിയത് കൊണ്ട് തന്നെ തനിക്കിത് കാണിക്കാനുള്ള അവസരമൊന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ചെങ്ങും. ക്വിന്നിനെയും എക്സ് ഹസ്ബൻഡ് ഒരുപാട് തവണയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു സമയത്തെല്ലാം തന്നെ അയാൾക്കെതിരായിട്ട് നിന്ന് സംസാരിക്കുവാനായിട്ട് അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ അവൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ അയാളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതിന് കാരണമായിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ക്വിനും നന്ദിയൊക്കെ പറയുന്നു. സാധാരണഗതിക്ക് ഇവരെല്ലാവരും തന്നെ ഒന്നിച്ചു കൂടുന്നതൊക്കെ പതിവാണ്. പക്ഷെ ഇവരുടെ കൂട്ടത്തിലാകട്ടെ ഇപ്പോൾ സിയു കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് സിയു ഇവിടെ നമ്മുടെ ഒപ്പമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സുവും ചോദിക്കുന്നു. ക്വിന്നിന് ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഞാനും കൂടെ കാണേണ്ടതെന്നൊക്കെ ആയിരുന്നു സിയു മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സിയുവിനെ ഈ ഒരു പ്രോഗ്രാമിലേക്കൊക്കെ ആഡ് ചെയ്യുവാനായിട്ടാണ് അവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിയുവിന് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ലൂവും അവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ലൂ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ക്വിന്നിനെ ശ്രദ്ധിക്കുന്നതൊക്കെ ചെങ്ങും കാണുന്നു. അതുകൊണ്ട് തന്നെ ക്വിന്നിന് എന്തെങ്കിലും കാര്യമൊക്കെ അറിയാമോ എന്നൊക്കെ ചെങ്ങും ചോദിക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു സൂവിന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു ചെങ്ങും ശ്രദ്ധിക്കുന്നത്. അതായത് ആ ഒരു എക്സ് ഹസ്ബൻഡിനെ വിരട്ടുവാനായിട്ടൊക്കെ ആയിരുന്നല്ലോ ചെങ്ങും ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കണ്ടിട്ട് സു കളിയാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതുപോലെ അയാളെ പേടിപ്പിക്കുവാനായിട്ടാണ് സുവും കയ്യിൽ ടാറ്റു ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അടിയൊക്കെ കൂടുന്നു. എനിക്കിന്നും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാകട്ടെ സിയുവിന്റെ കുറച്ച് മെസ്സേജസ് ഒക്കെ അവൾക്കും കിട്ടുകയാണ്. സിയുവിനും എന്തോ ഒരു കാര്യമൊക്കെ ക്വിന്നിന്റെ അടുത്ത് പറയുവാനായിട്ടുണ്ടെന്നും അവൾ ഫ്രീ ആക്കുമ്പോഴത്തേക്കും അറിയിക്കണമെന്നും ആയിരുന്നു ആ ഒരു മെസ്സേജസ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഗോ ബാക്ക് ലവറിന്റെ ഇന്റർവ്യൂ സീനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്താകട്ടെ ജിയോന്റെ അടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഷോയിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആങ്കറും ചോദിക്കുന്നു. ഫ്രണ്ട്സിന്റെ ഒപ്പമൊക്കെ സമയം ചിലവഴിക്കുവാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് താനും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തതെന്നും അവൻ പറയുന്ന സമയത്താകട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കൂടി ആങ്കർ ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ മറ്റൊരു കാരണമായിട്ട് അവൻ പറയുന്നത് ക്വീനിന്റെ പേരൊക്കെ ആയിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.